പ്രൊഫസർ എം.എ. റഹ്മാന്റെ കാസർഗോഡ് ആഖ്യാനങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഫാസിസ്റ്റ് കാലത്തെ എതിരിടാനുള്ള മാർഗം കൂടിയാണ് കാസർഗോഡ് ആഖ്യാനങ്ങളെന്ന് പ്രൊഫസർ എം.എ. റഹ്മാൻ പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കാസർഗോഡിന്റെ ബഹുസാംസ്കാരികത അന്വേഷിക്കേണ്ടത് പുതിയ ഫാസിസ്റ്റ് കാലത്തെ എതിരിടാനുള്ള മാർഗം കൂടിയാണെന്ന ചിന്തയിൽ നിന്നാണ് 50 വർഷങ്ങൾക്കിടയിൽ പലപ്പോഴായി പകർത്തിവെച്ച ലേഖനങ്ങൾ കാസർഗോഡ് ആഖ്യാനങ്ങൾ എന്ന പുസ്തകം തയ്യാറാക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് പ്രൊഫസർ എം.എ. റഹ്മാൻ പറഞ്ഞു. ഉദുമയിലെ വീട്ടുവളപ്പിൽ കാസർഗോഡ് ആഖ്യാനങ്ങൾ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ രചനാനുഭവം വിവരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പുസ്തകമാകുന്നുള്ള സങ്കല്പം ഉണ്ടായത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 3-4 വർഷമായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്താണ്. കാരണം മീറ്റിങ്ങിനൊന്നും പോകാതെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ആ കോളേജുകളിൽ പോയ സമയത്ത് എഴുതിയ ലേഖനങ്ങളെല്ലാം ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് അവിടെ അന്നത്തെ എൻ്റെ വീട്ടിൽ വെച്ചിരുന്നു. ഇവിടെ വരുമ്പോൾ അതെല്ലാം കൊണ്ടുവന്നു. അങ്ങനെ 100-ലധികം കവറുകളുണ്ടായിരുന്നു. അവയെല്ലാം കൊണ്ടുവന്ന് ഈ വീട്ടിൻ്റെ വരാന്തയിൽ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം എങ്ങനെയെല്ലാമോ അത് എടുത്ത് നോക്കിയപ്പോൾ ഈ ലേഖനങ്ങളെല്ലാം കിട്ടി. അപ്പോഴാണ് എനിക്ക് ആ കാസർഗോഡിനോടുള്ള ഒരു ഒബ്സഷൻ എന്താണെന്നുള്ള മനസ്സിലായത്. ഈ കാസർഗോഡ് എന്നുള്ള വിഷയം നമ്മൾ ഏറ്റെടുക്കുന്ന നമ്മുടെ രക്തത്തിലടിഞ്ഞൊരു സംഭവമാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പം രാജ്യസ്നേഹം എന്ന് പറയുന്ന പോലുള്ളൊരു സംഭവം തന്നെയാണ്. ശരിയായ അന്വേഷണം നടത്തി വസ്തുത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ എഴുത്തിലടക്കം ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കാറുള്ളൂ. കാസർഗോഡ് എന്റെ രാജ്യമാണ്. എന്റെ നാടിന്റെ ഓരോ പൾസും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കാസർഗോഡിനെ കുറിച്ച് എഴുതുമ്പോൾ വലിയ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പുസ്തകങ്ങൾ ലഭ്യമാക്കാൻ ലൈബ്രറിയനായിരുന്ന മാണിക്യം നൽകിയ സഹായവും അധ്യാപകർ പകർന്നു നൽകിയ പിന്തുണയും തന്റെ വായന വിശാലമാക്കിയെന്നും അത് എഴുത്തിലേക്ക് പ്രവേശിക്കാൻ തനിക്ക് വലിയ പ്രചോദനമായെന്നും എം.എ. റഹ്മാൻ കൂട്ടിച്ചേർത്തു. ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ, മാധ്യമപ്രവർത്തകൻ ടി.എ. ഷാഫിക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ വലിയ ദൗത്യമാണ് എം.എ. റഹ്മാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കാസർഗോഡിനെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് ഈ പുസ്തകമെന്നും സി ബാലൻ പറഞ്ഞു. തൊലിപ്പുറത്ത് മാത്രം തിരയാതെ അടിത്തട്ടിലേക്കും വേരുകളിലേക്കും ആഴ്ന്നിറങ്ങി കാസർഗോഡിനെ കൃത്യമായി പഠിച്ചാണ് എം.എ. റഹ്മാൻ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അബദ്ധങ്ങൾ എഴുതി യഥാർത്ഥ ചരിത്രത്തെ വികലമാക്കുന്നവർക്കിടയിൽ കാസർഗോഡ് ആഖ്യാനങ്ങൾ എന്ന പുസ്തകം നേരിന്റെ ചരിത്രമായി ഉയർന്നു നിൽക്കുമെന്നും സി ബാലൻ പറഞ്ഞു. ഈ ആഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നതും ഇമേജുകൾ നിർമ്മിക്കുകയും ചെയ്യുന്നത് കാസർഗോട്ടുകാരല്ല, കാസർഗോഡിന് പുറത്തുള്ള ആൾക്കാരാണ്. അത് ഏത് ഭാഗത്തുനിന്നും ആകാം. ഈ ആഖ്യാനങ്ങളിലോ അല്ലെങ്കിൽ ഇമേജുകളോ ഒന്നും തന്നെ ഒരു യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നേയില്ല. തികച്ചും തെറ്റായിട്ടുള്ള, തികച്ചും അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങളാണ് കാസർഗോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിലെല്ലാം തന്നെ പലരും ഉപയോഗിച്ചത്, പലരും പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് എത്രയോ കാലത്തിങ്ങനെ ഒരുതരം അപമതിപ്പിന് വിധേയമായിട്ടുള്ള, അവഗണനയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു ദേശമായിട്ട് മാറാൻ വേണ്ടി കാസർഗോഡ് വിധിക്കപ്പെട്ട ഒരു സന്ദർഭം നമ്മുടെയൊക്കെ ഈ നാടിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കെ.വി. കുമാരൻ അധ്യക്ഷത വഹിച്ചു. CERV കളക്ടീവ് സെക്രട്ടറി കെ.കെ. അശോകൻ പുസ്തകം പരിചയപ്പെടുത്തി. പുഷ്പാകരൻ ബണ്ടിച്ചാൽ, കെ.കെ. അബ്ദു കാവുകോളി, ഷെരീഫ് കുരിക്കൾ എന്നിവർ പുസ്തകം വായിച്ചു. സാഹിറ റഹ്മാൻ, രവീന്ദ്രൻ കൊടക്കാട്, ഹമീദ് ബദിയടുക്ക, അബു കാസർഗോഡ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.